പ്രൈഡ് ഓഫ് പട്ടാമ്പി. പട്ടാമ്പിയുടെ അഭിമാനങ്ങളെന്ന വിഷയം തിരഞ്ഞെടുത്തപ്പോൾ മനസ്സിൽ പല കാര്യങ്ങളും പല മുഖങ്ങളും വന്നിരുന്നുവെങ്കിലും പട്ടാമ്പി എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരിക പുഴയാണ്. വേനലിൽ വറ്റിയും മൺസൂണിൽ നിറഞ്ഞും വസന്തത്തിൽ തെളിഞ്ഞുമൊഴുകുന്ന പുഴ, ഭാരതപ്പുഴ, നമ്മൾ പട്ടാമ്പിക്കാരുടെ സ്വന്തം നിള. ഭാരതപ്പുഴ, നീള, പൊന്നാനിപ്പുഴ എന്നെല്ലാം പേരുള്ള ഭാരതപ്പുഴ കേരളത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ പുഴയാണ്. ആദ്യത്തേത് പെരിയാറാണ്. 209 കിലോമീറ്ററാണ് തമിഴ്നാട്ടിലെ തിരുമൂർത്തി മലകളിൽ നിന്നും ഉദ്ഭവിക്കുന്ന ഈ പുഴയുടെ നീളം. പശ്ചിമഘട്ട മലനിരകളിലൂടെ ഒഴുകി പാലക്കാടൻ ഗ്യാപ്പും കടന്ന് നാട്ടിലിറങ്ങിയ പിന്നെ ചിറ്റൂർ, പാലക്കാട്, പറളി, മങ്കര, തിരുവില്ലാമല, ഒറ്റപ്പാലം, ഷൊർണൂർ, ചേലക്കര, പട്ടാമ്പി, തൃത്താല, തിരുവേഗപ്പുറ, കൂടല്ലൂർ, പള്ളിപ്പുറം, കുമ്പിടി, കുറ്റിപ്പുറം, തിരുനാവായ, തൃപ്രങ്ങോട്, അവസാനം പൊന്നാനിയും കടന്ന് നേരെ അറബിക്കടലിലേക്ക്. ഏകദേശം 6186 ചതുരശ്ര കിലോമീറ്ററാണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. ഇതിൽ 4400 ചതുരശ്ര കിലോമീറ്റർ കേരളത്തിലും 1786 ചതുരശ്ര കിലോമീറ്റർ തമിഴ്നാട്ടിലുമാണുള്ളത്. കണ്ണാടിപ്പുഴ, തൂതപ്പുഴ എന്നീ പുഴകളാണ് ഭാരതപ്പുഴയിലേക്ക് ഭൂരിഭാഗം ജലവും കൊണ്ടുവരുന്ന പുഴകൾ. ഇവയിലേക്ക് ജലമെത്തിക്കുന്ന ചെറു പുഴകളും അവയിലേക്ക് ജലമെത്തിക്കുന്ന ചെറു തോടുകളുമെല്ലാം അടങ്ങുന്നതാണ് ഭാരതപ്പുഴയുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പാലക്കാട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നെല്ലറയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിനൊരു പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയെ ആശ്രയിച്ചാണ് പണ്ട് മുതൽക്ക് തന്നെ പാലക്കാടുള്ളവർ കൃഷി ചെയ്തിരുന്നതും ജീവിച്ചിരുന്നതും. അതുകൊണ്ട് തന്നെയായിരിക്കാം പാലക്കാട്ടുകാർ ഭാരതപ്പുഴയെ ശോകനാശിനി എന്നുകൂടെ വിളിക്കുന്നുണ്ട്. ഏകദേശം 11 ഡാമുകളുള്ള ഭാരതപ്പുഴയിൽ മത്സ്യസമ്പത്ത് എന്ന് പറയുന്നത് വലുതാണ്. വാളയാണത്രേ ഭാരതപ്പുഴയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മത്സ്യം. മരണപ്പെട്ടവരെ ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ച് ദഹിപ്പിച്ചാൽ അവർക്ക് വേഗം ശാപമോക്ഷം കിട്ടുമത്രേ. അതിനാൽ തന്നെയാണ് ഭാരതപ്പുഴയുടെ തീരത്ത് ശവദാഹം നടക്കുന്നതും ആത്മശാന്തിക്കായി വാവ് ദിവസം ബലി കൊടുക്കുന്നതും. കിണറും കുളവും നിറഞ്ഞ പാടത്തേക്ക്, പാടവും തോടും നിറഞ്ഞ പുഴയിലേക്ക്. ഇടിവെട്ടി മഴ ആർത്ത് പെയ്തപ്പോൾ മലനിരകൾ വിറച്ചു. അവയിൽ പെയ്ത ഓരോ തുള്ളിയും ഓരോ കുടമായി മണ്ണും ചെളിയും മരവും പുഴയ്ക്ക് ഭാരതപ്പുഴയിലേക്ക് ഇറക്കി. പുഴ കലങ്ങി മറിഞ്ഞു. വെള്ളം ആവോളം കുടിച്ച് നിള ചീർത്തു. അതെ, പട്ടാമ്പിക്കാരന് മറക്കാനാവാത്ത പ്രളയം. 2-3 തവണ ഭാരതപ്പുഴയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടത്രേ. അതിൽ അവസാനത്തേതാണ് 2018. നമ്മളിൽ പലരും ആ പ്രളയം നേരിട്ട് അനുഭവിച്ചവരാണ്. ലോകത്തിലെല്ലാ സംസ്കാരങ്ങളും ഉടലെടുത്തത് നദീതീരങ്ങളിലാണെന്ന് നമുക്കറിയാം. എന്നാൽ എന്നായിരിക്കാം ഭാരതപ്പുഴയുടെ തീരത്ത് പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളിലും ഇങ്ങനൊരു സംസ്കാരം ഉടലെടുക്കാൻ ആരംഭിച്ചിരിക്കുക? എന്നായിരിക്കാം ഭാരതപ്പുഴയെ നീള എന്ന് നമ്മൾ വിളിക്കാൻ തുടങ്ങിക്കാണുക? എന്തായിരിക്കാം അതിന് കാരണം? എല്ലാത്തിനും ഉത്തരം ആ പുഴയിൽ തന്നെ ഉണ്ടായിരിക്കുമല്ലേ? നൂറ്റാണ്ടുകൾ നമ്മുടെ ഭൂമിയെ ഈറനണിയിച്ച്, നമ്മുടെ ദാഹമകറ്റി, നമ്മുടെ കൃഷിയിടങ്ങളെ വിളയിച്ച്, നമ്മുടെ നാടിനെ പച്ചയണിയിച്ച ഭാരതപ്പുഴ, ശോകനാശിനിപ്പുഴ, നമ്മുടെ സ്വന്തം നിള. പട്ടാമ്പിയുടെ അഭിമാനങ്ങൾ എന്നൊരു ലിസ്റ്റ് ഇടുമ്പോൾ അതിൽ നിള എന്ന് ആദ്യം എഴുതാതെ വേറെ എന്താണ് എഴുതുക?